ഞങ്ങളിപ്പോൾ കാന്തല്ലൂരിലേക്കുള്ള യാത്രയിലാണ്. 2 പേരായതുകൊണ്ട് ജീപ്പ് എടുത്താൽ മുതലാവില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയി ജീപ്പ് എടുക്കാതെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോയി കാണാവുന്ന കാഴ്ചകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ പൊള്ളാച്ചി ഉടുമൽപേട്ട മറയൂർ വഴിയാണ് കാന്തല്ലൂരിലേക്ക് പോകുന്നത്. ഈ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. അതുപോലെ 2-3 തവണ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ചെക്കിംഗ് എല്ലായിടത്തും ഉണ്ട്. ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് പോകുന്നവരുടെ വണ്ടി നന്നായിട്ട് തന്നെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാനുള്ള സ്പോട്ട് വരുന്നത് തൂവാനം വാട്ടർഫാൾസിൻ്റെയാണ്. ഇത് റോഡ് സൈഡിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ്. ഇവിടെ നമുക്ക് ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. തൊട്ട് മുമ്പായിട്ട് ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് അന്വേഷിച്ചാൽ മതി അതിനുള്ളത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചന്ദനത്തിരി, കാട്ടുതേൻ പോലുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാം. ഇങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നാൽ കാണുന്നതാണ് കരിമുട്ടി വാട്ടർഫാൾസ്. ഇവിടെ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. 50 രൂപയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അതുപോലെ ഇതിനടുത്തും നേരത്തെ കണ്ട അതുപോലത്തെ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് രാമയുടെ ഒക്കെ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് പോയി മറയൂർ എത്തുന്നതിന് മുമ്പ് വേറെയും കുറേ ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട്. കുളിക്കാനൊക്കെ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. മറയൂർ എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റ് എടുത്താണ് കാന്തല്ലൂർക്ക് പോകുന്നത്. അവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പ്. ഇത് കഴിഞ്ഞ് കാന്തല്ലൂർ പോയി വരുന്നവരെ വേറെ പമ്പില്ല. അതുകൊണ്ട് പെട്രോൾ അടിക്കണമെങ്കിൽ ഇവിടെ തന്നെ അടിക്കണം. ആ ഒരു ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മറയൂർ ശർക്കര ഫാക്ടറി കാണാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫാക്ടറികൾ പോകുന്ന വഴിക്കുണ്ട്. ഞങ്ങൾ ഏതായാലും ഇവിടെയാണ് കയറിയത്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ ഇങ്ങോട്ട് പോവാം. ഇവിടെ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ് എല്ലാം നേരിട്ട് കാണാം. പിന്നെ പോകുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വാങ്ങുകയും ചെയ്യാം. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മുനിയറ എന്നൊരു ബോർഡ് കാണാം. ഇതല്ല ശരിക്കുള്ള മുനിയറ. ഇത് ജീപ്പ് ഡ്രൈവേഴ്സിനൊക്കെ ഉള്ള ഒരു ജീപ്പ് റൈഡിനൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസിന്റെ ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ വണ്ടിയിൽ പോകുമ്പോൾ ജീപ്പ് ഡ്രൈവേഴ്സ് പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ പോയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ദൂരെ കാണുന്നതാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാം.
നമ്മുടെ വണ്ടിയിൽ തന്നെ വാട്ടർഫാൾസിലേക്ക് പോവാം, പക്ഷെ നല്ല കുത്തനെയുള്ള കയറ്റോ ഇറക്കമാണ്. അത് മാത്രമേ ഇതിൽ സൂക്ഷിക്കാനുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിന്റെ റീൽസ് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ അടിയിലൂടെ പോകാൻ അടിപൊളിയാട്ടോ. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്കിവിടെ ശരിക്കുള്ള മുനിയറ കാണാം. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്, അതുപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഒരു വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം. മഞ്ഞുമൽ ബോയ്സിലെ പോലെ ഇങ്ങനെ ചില ഗുഹകളൊക്കെ ഇവിടെ ഉണ്ട്. ചില ചെക്കന്മാരൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതും കണ്ടു. ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറെ നടക്കാനുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നടന്നു പോവാം. ഇതാണിപ്പോൾ ഇവിടെ വലിയ കേടുപാടൊന്നുമില്ലാതെ നിലനിൽക്കുന്ന ഒരു മുനിയറ. ഇതിന്റെ ഹിസ്റ്ററി എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് സൈഡിൽ. താല്പര്യമുള്ളവർക്കൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. എല്ലായിടത്തും ഇങ്ങനത്തെ എക്കോ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് 2 ചായയൊക്കെ കുടിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. കാന്തല്ലൂർ എത്താനായപ്പോൾ റോഡ് സൈഡിൽ തന്നെ ചെറിയൊരു ശർക്കര ഫാക്ടറി കണ്ടു. ചുമ്മാ അവിടെ നിന്ന് കയറി നോക്കി. ഇവിടെ കുറച്ച് ഫ്ലേവേർഡ് ശർക്കരകളുണ്ട്, പക്ഷേ റേറ്റ് നേരത്തെ കണ്ട ഷോപ്പിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് തോന്നിയത്. കരിമ്പി ജ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. കാന്തല്ലൂർ പിന്നെ ഞങ്ങൾ പോയത് ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. മോഹൻലാലിന്റെ ഭ്രമരം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ആ ഒരു പേര് വന്നത്. ഇവിടേക്ക് നമുക്ക് ജീപ്പ് റൈഡ് ആവശ്യമില്ല, നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാവുന്നതാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കുറേ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് താഴത്തേക്ക് ഇറങ്ങാനാണ്. അവിടേക്ക് ലോക്കൽ വെഹിക്കിൾസ് മാത്രമേ അലൗ ചെയ്യുള്ളൂ എന്നുള്ളൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ഏരിയ മാത്രം റോഡ് മോശമാണെന്നേ ഉള്ളൂ, വേറെ റോഡിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെ 1-2 വ്യൂ പോയിന്റ്സ് പിന്നെ ഈ ഒരു വാച്ച് ടവറിന്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷനുമാണ് ഉള്ളത്. ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊന്നും ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ മുകളിലേക്ക് കയറിയാലും അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും വ്യൂവിലേക്ക് എനിക്ക് തോന്നിയില്ല. താഴെ നിന്ന് കാണുന്ന അതേ വ്യൂ തന്നെയാണ് മുകളിൽ പോയാലും കിട്ടുന്നത്. ആ വാച്ച് ടവറിൽ കൂടുതൽ സമയം കളയാതെ സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ വേറെ ഉണ്ട്. ഇതാണ് മറ്റതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത്. കാട്ടുതേനൊക്കെ വാങ്ങണമെന്നുള്ളവർക്ക് ഇവിടെയൊന്നും വാങ്ങാം. അതുപോലെ തന്നെ ഇവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയും വിൽക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഇവിടുന്ന് വാങ്ങാം. ഒരു ഹോം സ്റ്റേ അവിടെ റെഡിയായി വരുന്നുണ്ട്. അടുത്ത തവണ വരുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ തന്നെ പോയി കണ്ട കാഴ്ചകളാണ്. നിങ്ങൾ ജീപ്പ് എടുക്കുവാണെങ്കിലും ഇനിയും കുറച്ചുകൂടി കാണാനുള്ളതുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ ജീപ്പ് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്തായിട്ട് ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്. പക്ഷേ സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല.
ഇതിന് തൊട്ടടുത്ത് തന്നെ വേറെ സ്ട്രോബെറി ഫാമും ഉണ്ട്. അവിടെ ഞങ്ങൾ പോയി, പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും കാന്തല്ലൂരുമായിട്ട് കണ്ട കാഴ്ചകൾ. അപ്പോൾ വീഡിയോയിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു.